അബ്ദുൽ വഹാബ് കൊടിയത്തൂർ. രണ്ട് സംശയങ്ങളാണുള്ളത്. ഒന്ന്, തീവ്രവാദത്തിന്റെ പേരിൽ കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഞാൻ വിചാരിക്കുന്നത് ചേകന്നൂർ മൗലവിയാണ്. ആ പ്രശ്നത്തിന്റെ പേരിൽ മുജാഹിദ് വിഭാഗം എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? അല്ലെങ്കിൽ ഇനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഭാവിയിൽ അതുമായി എന്ത് പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത്? ഒരു ചെറിയ ചോദ്യം കൂടി. മുർത്തദിനെ കൊല്ലണം എന്ന് പല ആളുകളും പറയാറുണ്ട്. മുജാഹിദ് വിഭാഗത്തിന്റെ ഈ അഭിപ്രായം, മുർത്തദിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് അറിയാനും താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഗുരുനാഥൻ കേരള ജമഇയ്യത്തുൽ ഉലമായുടെ സാരഥി എം മദനി അവർകളെ, മറ്റു പണ്ഡിതന്മാരെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിന്റെ മേഖലയിൽ ഒതുങ്ങി മുസ്ലിം ഉമ്മത്തിനെ തങ്ങളുടെ തനതായ ആദർശവും ദൗത്യവും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യത്തിലെ പ്രയോഗങ്ങൾ തന്നെ നിരൂപണാത്മകമാണ്. ഒന്ന്, കേരളത്തിൽ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ഒന്നാമത്തെ രക്തസാക്ഷിയായി ഒരു മതനിഷേധിയെ, ഇസ്ലാമിന്റെ രണ്ടാം ഷഹാദത്തിനെ നിരാകരിച്ച ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏതായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ആദർശം സ്വീകരിക്കുന്നവനാണെങ്കിലും, മതനിഷേധിയാണെങ്കിലും, അവനവന്റെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അവസരം ഉണ്ടാകണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടുതന്നെ വിവിധ ആദർശവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന, ജനായത്ത ഭരണം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് തങ്ങളുടേതല്ലാത്ത ആദർശം സ്വീകരിച്ചു എന്ന കാരണത്താൽ മറ്റുള്ളവരെ ഉന്മൂല നാശം വരുത്താൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കുക സാധ്യമല്ല. ചേകന്നൂരിന്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹം തിരോധാനം ചെയ്യപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ രക്തസാക്ഷിത്വം എന്നത് ഇസ്ലാമിലെ ഒരു മഹനീയമായ പദവിയാണ്. ആ പദവി സർവശക്തനായ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് അവൻ അവർക്ക് സവിശേഷമായി നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. ആ പദവിയെ നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ രാജ്യത്ത് വധിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അതൊരു മുസ്ലിമാണെങ്കിൽ ഷഹീദ് എന്ന് ചേർത്ത് പരിചയപ്പെടുത്തുന്നതും ഇസ്ലാമിന്റെ മര്യാദയിൽപ്പെട്ടതല്ല എന്നാണ് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ടുതന്നെ നിലപാടുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടത്തിലും എന്തായിരിക്കണം എന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങളുള്ള സമീപനം എന്തായിരിക്കണമെന്നത് അതുമാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നേരിട്ട് വിഷയത്തിന്റെ വിശകലനത്തിലേക്ക് സഹായിക്കുന്ന ഒരു ചോദ്യമായിരുന്നില്ല എന്നതാണ് ഓർമ്മിപ്പിച്ചത്. മുർത്തദ്ദുകളെ കൊല്ലണം എന്ന വിധി അത് ഒരിക്കലും ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ ജീവിക്കുകയും അതേപോലെ തന്നെ ഇതേപോലെ ഒരു ബഹുമത സമൂഹം നിലനിൽക്കുകയും ചെയ്യുന്നിടത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അല്ല. വധിക്കേണ്ടത് തന്നെ ഭരണാധികാരിയാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് മുർത്തദ്ദിനോടുള്ള സമീപനം അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ടുതന്നെ മുർത്തദ്ദുകളെ കൊന്നുകളയുക എന്നുള്ളത് ലോകത്തെ ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എപ്പോഴാണ് മുർത്തദ്ദുകൾ വധിക്കപ്പെടേണ്ട ഘട്ടം വന്നത്? അവർ രാജ്യദ്രോഹികളായി മാറുകയും അതേപോലെ തന്നെ
മുസ്ലിങ്ങളുടെ അവർക്ക് അധികാരമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആ നേതൃത്വത്തിന് വിരുദ്ധമായി അവരുടെ കൂടെ നിന്നുകൊണ്ട് ശത്രുക്കൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഘട്ടങ്ങളിൽ ഇസ്ലാമിക ഭരണമുള്ള ഇടങ്ങളിൽ തികച്ചും അതിന്റെ പശ്ചാത്തലവും കാര്യകാരണങ്ങളും പരിശോധിച്ചുകൊണ്ട് പഠിക്കുകയും വിധി പറയുകയും ചെയ്യേണ്ട ഒരു വിഷയം. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച് ജീവിക്കുകയും പിന്നീട് ആ ആദർശം വേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതത്തിലേക്കോ കുഫറിന്റെ ഖാദിയാനിസത്തിലേക്കോ ചേക്കേറുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളെ കൊലപ്പെടുത്തേണ്ട ദൗത്യം ഇവിടെയുള്ള മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കോ മതപ്രബോധന സംഘങ്ങൾക്കോ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന ഒരു നിലവാരത്തിലാണ് ആ ചോദ്യം വന്നത് എങ്കിൽ അത് പ്രസക്തമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീകര പ്രവർത്തനങ്ങളോടും തന്റേതായ ആദർശം അത് മറ്റുള്ളവരോട് യോജിച്ചില്ല എന്ന കാരണത്താൽ അവരെ ഉന്മൂല നാശം വരുത്തണം എന്ന ചിന്താഗതിയോടും എന്തു തരം സമീപനമാണ് ഉള്ളത് എന്ന് വിഷയാവതരണത്തിൽ തന്നെ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദർശപരമായി നേരിടുക എന്നല്ലാതെ ശക്തി കൊണ്ടും ബലപ്രയോഗം കൊണ്ടും തങ്ങളുടെ ആദർശം സ്വീകരിക്കാത്ത ആളുകളെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിദായത്ത് കിട്ടുകയുള്ളൂ എന്ന ഒരു നിലവാരമുണ്ടായിരിക്കെ അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, നീ ജനങ്ങൾ മുഅ്മിനാകുന്നത് വരെ ബലപ്രയോഗം നടത്താൻ ഉദ്ദേശിക്കുകയാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് വാളിന്റെ ശക്തി കൊണ്ട് ഇസ്ലാമിന്റെ ആശയത്തിലേക്ക് നിലപാടുകളിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്താഗതി എവിടെ നിന്നുണ്ടായതാണെങ്കിലും അത് ഭീകരതയുടെ ചിന്താഗതിയാണ്, തീവ്രതയുടെ നിലപാടാണ് എന്ന കാര്യത്തോട് മുജാഹിദ് പ്രസ്ഥാനവും യോജിക്കാറുണ്ട്. ഇത് പിഴച്ച വിശ്വാസികളുടെയും മതനിഷേധികളുടെയും ആദർശത്തോടുള്ള അനുഭാവമോ അവരോടുള്ള താൽപര്യമോ അല്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇസ്ലാമിക കാഴ്ചപ്പാടോടെയാണ് എന്ന് ശംസുദ്ദീൻ പാലത്ത് വിശദീകരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. PM അബ്ദുല്ലാഹി മാസ്റ്റർ കൊടിയത്തൂർ. മുർത്തദ്ദിനെ കൊല്ലണം എന്ന വിശ്വാസവും വാദവും ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബ്ദുറഹിമാൻ സാഹിബ് എഴുതിയത്, ഇസ്ലാം യുക്തിവാദവും എന്ന പുസ്തകത്തിൽ എഴുതിയത്, ഒരാൾ ഇസ്ലാം ആകുന്നത് തന്നെ പിന്നീട് ഒരിക്കൽ രാജിവെക്കാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിക്കപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് എന്നാണ് ന്യായം പറഞ്ഞിട്ടുള്ളത്. ഈ ന്യായവാദം നദ്വത്തുൽ മുജാഹിദീൻ പുലർത്തുന്നുണ്ടോ?